welcome back to my YouTube channel. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ നമ്മളൊരു ഈവനിങ് ആയി, നമ്മൾ ഷോപ്പിങ്ങിന് പോകണമെന്ന് കുറേ നേരമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്, പക്ഷെ അത് സാധിച്ചില്ല. സോ ഇന്നൊരു സൺഡേ ഈവനിങ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ കുറച്ച് മലയാളി കടകൾ നമുക്ക് പോകാനുണ്ട്. സോ ഇവിടുത്തെ ഒരു ഇന്ത്യൻ സ്റ്റോർ, അതുപോലെ തന്നെ ഒരു മലയാളി കടയൊക്കെ നമുക്ക് പോകാനുണ്ട്. സോ ഇവിടുത്തെ മലയാളി സ്റ്റോഴ്സിലൊക്കെ എന്താ കിട്ടുക എന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. ലൈക്ക് നമുക്ക് മോസ്റ്റ്ലി എല്ലാ പ്രോഡക്ട്സും നമുക്ക് കിട്ടും, പക്ഷേ ഫ്രോസൺ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മോസ്റ്റ്ലി എല്ലാ സ്നാക്സും നമുക്ക് കിട്ടും, പക്ഷേ അതിൻ്റെയൊക്കെ റേറ്റ് ഭയങ്കര, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിരുന്ന പലഹാരങ്ങൾക്ക് നമ്മളിവിടെ എത്ര രൂപയാണ് കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനിയും കഥ പറഞ്ഞുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ അഖിൽ എന്നെ കൊണ്ടുപോകാണ്ട് പോവും എന്ന് പറഞ്ഞ ഭീഷണിയിൽ ഞാൻ അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കുറേ പ്ലാൻസൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ആക്ച്വലി ഇറങ്ങിയത്. പക്ഷേ അവസാനമായപ്പോൾ രണ്ടുപേർക്കും മടിയായതുകൊണ്ടും സമയം വൈകിയതുകൊണ്ടും പിന്നെ പുറത്ത് നല്ല അസൽ മഞ്ഞാണ്, നല്ല തണവായിരുന്നു. അപ്പോൾ നമ്മൾ തെന്നിയൊക്കെ വീഴാതെ നമ്മൾ നോക്കി നടക്കുന്നു. അപ്പോൾ ചെറിയൊരു സ്നോഫോൾ ഉണ്ടായിരുന്നു. സോ നമ്മൾ കാറിൽ മഞ്ഞൊക്കെ മാറ്റി നമ്മൾ ഫസ്റ്റ് നമ്മുടെ മലയാളിക്കട ഇവിടെ അടുത്ത് തന്നെയാണ്, നമുക്ക് വളരെ അടുത്താണ് നമ്മുടെ മലയാളിക്കട. സോ നമ്മൾ ആദ്യം അവിടെ പോകാമെന്ന് വിചാരിച്ചത്. പിന്നെയാണ് ഞാൻ ഓർത്തത് അവിടെ ഞാൻ കുറച്ചധികം നാളെ സ്പോട്ട് ചെയ്ത് ഒന്നുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം ലേറ്റായിപ്പോയി. അപ്പോൾ നമുക്ക് ലൈറ്റൊക്കെ പോയി നമ്മുടെ വ്ളോഗ് എടുക്കാനുണ്ട്, പക്ഷേ സ്റ്റിൽ ലൈറ്റ് വന്നു. അപ്പോൾ നമുക്ക് കുറച്ച് വ്ളോഗ് എടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്ലാന്റിൻ്റെ ഒരു കടയുണ്ട്. സോ നമ്മൾ കുറേ നാളായി ആ കടയിൽ പോകണം എന്ന് വിചാരിക്കുന്നു, പക്ഷെ നമുക്ക് ഇപ്പോഴാണ് മുഹൂർത്തമൊത്ത് കിട്ടിയത്. സോ ഇന്ന് ഞങ്ങൾ ആ കടയിൽ, പക്ഷേ നമുക്ക് ആ കട എനിക്ക് തോന്നുന്നു 6 മണിക്ക് ആ കട അടയ്ക്കും. ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ അവിടുത്തെ പുള്ളിക്കാരൻ നമ്മളെ ഇറക്കി വിടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ സ്റ്റിൽ നമുക്കതൊന്ന് പോയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ആ കട ഓപ്പൺ ആണോ നമുക്കറിയില്ല. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കടയുടെ അകത്ത് പോയിട്ട് ഒരു ചെറിയ എക്സ്പ്ലോറിങ് നടത്താമെന്ന് വിചാരിച്ചു ഫസ്റ്റ്. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ടൈമിന് തന്നെ അവിടെ എത്തി. അവിടെ കടയൊന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ല ഭാഗ്യത്തിന്. നല്ല തണവായതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ നടന്നു പോകുന്നത്. പക്ഷേ അവിടെ കുറേ അധികം പ്ലാൻസും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഞങ്ങളൊരു പ്ലാൻസ് കടയാണെന്ന് പറഞ്ഞ് വന്നിട്ട് ആക്ച്വലി അതിൻ്റെ അകത്ത് കുറച്ച് ആനിമൽസും ഉണ്ടായിരുന്നു. ആദ്യം കടക്കുമ്പോൾ ഈ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്തിനാണ് ഇവിടെ ഇതൊക്കെ വെച്ചേക്കുന്നതെന്ന്. പക്ഷേ അതിൻ്റെ ഉള്ള ആനിമൽസും ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ നാട്ടിലുള്ള കുറേ പ്ലാന്റ്സ് കുറേ നാൾക്ക് ശേഷം ഞാനിവിടെ കണ്ടു. ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന, എൻ്റെ വീട്ടിലുണ്ടായിരുന്ന കൈൻഡ് ഓഫ് പൂക്കളും അതുപോലെ തന്നെ ചെടികളും ഒക്കെ ആയിരുന്നു. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പുല്ല് വരെ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അതൊക്കെ നല്ല കൗതുകമായിട്ട് തോന്നി എനിക്ക് കുറേയൊക്കെ. കാരണം ഞാൻ ഇതുവരെ കാണാത്ത കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വളരുന്ന കുറേ അധികം നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുന്ന കുറേ അധികം പ്ലാന്റ്സ് ഞാനിവിടെ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് ആക്ച്വലി ഒരു എന്താ പറയുക, ആനിമൽസും കൂടെ ഇൻക്ലൂഡ് ചെയ്ത ഒരു ഏരിയ ആണെന്നുള്ളത്. കുറേ പാരറ്റ്സും കുറേ പക്ഷികളും കുറേ തരം, എന്താണ് ഇതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്തായാലും അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ബേർഡ്സ് മാത്രമല്ല കേട്ടോ, ഈ ഒരു ഫുൾ ഏരിയ ഫുൾ ബേർഡ്സിനായിട്ടായിരുന്നു. പക്ഷേ അവർക്കൊക്കെ ഭയങ്കര ജാടയായിരുന്നു. ഞാൻ ഹായ് പറഞ്ഞിട്ടൊന്നും ഒരാളും എന്നെ മൈൻഡ് ചെയ്യണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് പേടിയും കുറവായിരുന്നു. പിന്നെയാണ് നമ്മൾ അവിടെ നിന്ന് നടന്നു വരുമ്പോൾ കുറേ മുയലുകൾ, കുറേ പേരെ ഒന്നും നമ്മൾ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോയില്ല. അങ്ങനെ അവരെ ഞാൻ സക്സസ്ഫുള്ളി പറത്തി വിട്ടതിന് ശേഷം ഞാൻ ഇനി പിന്നെയും എൻ്റെ പ്ലാൻസിൻ്റെ അടുത്തേക്ക് കടന്നു. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ ഈ കാണിക്കാതാണ്ട് എനിക്കിതിനെപ്പറ്റി എല്ലാം അറിയാം, ഞാൻ ഭയങ്കരമായി ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇതിന് എത്ര തണ്ടുകളുണ്ട് എന്നുള്ളതിലാണ് ഞാൻ ഗവേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിതിനെപ്പറ്റി ഒരു ചുക്കും ചൂണ്ടാൻ പറയാൻ പാടില്ല. പക്ഷേ പ്ലാൻസ് കാണാനും അതിനെ വെള്ളം ഒഴിക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. എനിക്ക് അത്ര മാത്രമേ പ്ലാൻസിനെ പറ്റി അറിയുള്ളൂ. പക്ഷേ പല ചെടികളെയും ഞാൻ കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് വെള്ളം ഒഴിക്കാതെ അത് നശിച്ചു പോയിട്ടുണ്ട്. സോ ഞാൻ അത് മേടിച്ച് കുറച്ചധികം ട്രൈ ചെയ്യാറില്ല. പക്ഷേ
എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മേടിക്കുന്നത് ഇഷ്ടമാണ്. ഇന്ന് ഞാനിവിടെ വന്നതിൻ്റെ പ്രധാന കാരണം ഇവിടെ കരുവേപ്പിൻ്റെ ചെടിയുണ്ടോ അതുപോലെ തന്നെ തുളസി ഉണ്ടോ എന്നുള്ള ഈ 2 പ്ലാന്റ്സിനെ അന്വേഷിച്ചാണ് ഞാൻ ഈ ഒരു ഗാർഡനിലേക്ക് ആക്ച്വലി വന്നത്. നമുക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഹോപ്പ് ഉണ്ടായിരുന്നു എനിക്ക് ഇത് കിട്ടുന്നു. കണ്ടോ, നമ്മുടെ നാട്ടിലെ ഉഴുന്നുണ്ടിയല്ലേ അത്, ഞാനത് പറഞ്ഞിട്ടാണ് അവിടെ കിടന്ന് നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെയാണ് ഞാൻ അവിടെ നമ്മുടെ സ്വന്തം വാഴ കണ്ടത്. ഇവിടെ വാഴ ഇല കിട്ടുമെന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഫ്രോസൺ ആയിട്ടുള്ള വാഴ ഇലകൾ നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റ്സിൽ വാങ്ങാൻ കിട്ടും. പക്ഷേ ഇങ്ങനത്തെ വാഴ തൈകളും നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. ഇത് ആക്ച്വലി ഒരു മലയാളി ഏരിയയോ അങ്ങനെ ഒന്നുമല്ല, മലയാളി കടയോ ഒന്നുമല്ല. പക്ഷേ ഇവിടെ കുറേ അധികം മലയാളികൾ താമസിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഈ കടകളിലൊക്കെ വാഴത്തൈകൾ വിൽക്കാനായിട്ട് കിട്ടുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി വാഴത്തൈയൊക്കെ ഇങ്ങനെ വിൽക്കാൻ കിട്ടുക എന്നൊക്കെ പറയുന്നത്. പിന്നെയും ഞാൻ എല്ലാ ചെടികളെപ്പറ്റി വളരെ ഗ്രാഹ്യമുള്ള പോലെ തന്നെ ഞാൻ അവിടെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യത്തിൽ ഇവിടെ കാണുന്ന പ്ലാന്റ്സിൻ്റെ ഒക്കെ പേരും നാളും ഒക്കെ പറഞ്ഞ് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കിതിനെപ്പറ്റി വലിയ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നില്ല. എനിക്ക് കാണാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് വന്ന് കണ്ടു, ഞാൻ സന്തോഷിച്ചു. അത്രമാത്രമാണ് ഈ ഒരു വിസിറ്റിനുള്ള എൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ കുറച്ചൊക്കെ എനിക്കറിയായിരുന്നു കേട്ടോ. ഇത് ഓറഞ്ചിൻ്റെ ഒരു പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള കുറേ പ്ലാന്റ്സ് ഞാനിവിടെ സ്പോട്ട് ചെയ്തു. അങ്ങനെ കുറച്ചുകൂടെ നടന്ന് മുന്നിലോട്ട് പോയപ്പോഴാണ് ഞാൻ അവിടെ നമ്മുടെ മുല്ലപ്പൂ സ്പോട്ട് ചെയ്തത്. നമ്മുടെ കട്ടമുല്ലയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. നല്ല സ്മെല്ലായിരുന്നു അവിടെ ഫുള്ളും. അങ്ങനെ നമ്മൾ നമ്മുടെ ചെടിക്കടയിൽ നിന്ന് ഇറങ്ങി. ചെടിക്കട നല്ലതായിരുന്നു അല്ലേ സത്യത്തിൽ? എൻ്റെ കൂടെ വരൂ. ചെടിക്കട ആക്ച്വലി നല്ലായിരുന്നു അല്ലേ? തുളസി കിട്ടിയില്ല. ഞാൻ തുളസി അതുപോലെ തന്നെ നമ്മുടെ കരുവേപ്പിലൊക്കെ നോക്കിയിട്ടാണ് പോയത്. പക്ഷെ അത് രണ്ടും എനിക്ക് കിട്ടിയില്ല. അത് രണ്ടും അവിടെ ഉണ്ടായിരുന്നില്ല. സോ ദാറ്റ് നമ്മുടെ ആ പ്ലാൻ ഡ്രോപ്പായി. നമുക്ക് നമ്മുടെ ചെടികൾ കിട്ടിയില്ല. സോ നമ്മൾ അടുത്ത കടയായ നമ്മുടെ ഇവിടുത്തെ ഒരു മലയാളി കടയുണ്ട്. സോ നമുക്ക് ആ മലയാളി കടയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ മലയാളിക്കടയിലെത്തി. ഇവിടെ നമ്മുടെ നാട്ടിലെ മോസ്റ്റ്ലി എല്ലാ പലഹാരങ്ങളും നമുക്കിവിടെ കിട്ടും. അതുപോലെ തന്നെ ഒരു സെക്ഷൻ മൊത്തം മോസ്റ്റ്ലി എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കിട്ടും. പലഹാരങ്ങളായാലും ബിസ്ക്കറ്റ്സ് ആയാലും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒട്ടുമിക്ക എല്ലാ പലഹാരങ്ങളും നമുക്കിവിടെ കിട്ടും. പക്ഷേ ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും കുറച്ചധികം ഡിഫറെൻ്റ് ആണെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഈ നമ്മുടെ കായ വറുത്തത് അതുപോലെ തന്നെ നമുക്കിങ്ങനെ സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റുന്നതൊക്കെ ഒരു $299 അല്ലെങ്കിൽ $399 അതായത് ഒരു 270, 300, 350 അടുത്ത് ഇന്ത്യൻ റുപ്പീസ് വരുന്ന ഒരു റേഞ്ചിലായിരിക്കും ഒരു പാക്കറ്റിന് വില. അതുപോലെ തന്നെ നമ്മുടെ പപ്പടം, നമ്മുടെ ഗ്രോസറീസ് എല്ലാം നമുക്കിവിടെ കിട്ടും. പിന്നെ നമുക്കിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഇതുകൾ നമുക്കിതുപോലെ കട്ട്ലറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ മലയാളി കടയിൽ മാത്രം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നമ്മുടേതായ സ്നാക്സ് അതിന് ഓരോന്നിനും ഡിഫറെൻറ്റ് റേറ്റ്സ് ആയിരിക്കും. പക്ഷേ ഒരെണ്ണത്തിന് $1 അല്ലെങ്കിൽ $1.25 ആയിരിക്കും കൂടുതലായിട്ടും. പിന്നെ പപ്സ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുറച്ചുകൂടെ റേറ്റ് ഉണ്ടായിരിക്കും. ഏതാണ്ട് നമ്മുടെ നാട്ടിലൊരു 100-150 വരുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു റേറ്റ്. പിന്നെ നമ്മുടെ കൂടുതലായിട്ടുള്ള ഐറ്റംസും നമുക്ക് ഫ്രോസൺ ആയിട്ട് കിട്ടും. നമുക്ക് അപ്പം, അതുപോലെ തന്നെ ഇഡ്ഡലി, ഇതൊക്കെ ഈ ഇഡ്ഡലിയും പുട്ടും ഒക്കെ ആക്ച്വലി നമുക്ക് ജസ്റ്റ് മൈക്രോവേവ് ചെയ്ത് നമുക്ക് കഴിച്ചാൽ മതി. അത്രയും എളുപ്പമാണ് നമുക്ക് ആക്ച്വലി ഈ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ പൊറോട്ട കിട്ടും. അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഫ്രോസൺ ആയിട്ട് നമുക്ക് കിട്ടും. അത് ഭയങ്കര ആക്ച്വലി നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. വന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഒന്നാമത് അറിയില്ല, പിന്നെ ടൈം ഉണ്ടാവില്ല. സോ ഈ ഒരു ഫുഡൊക്കെ നമ്മൾ ജസ്റ്റ് വാങ്ങി നമ്മൾ മൈക്രോവേവ് ചെയ്യുന്നു, കഴിക്കുന്നു. ആൻഡ് ടേസ്റ്റും നമ്മുടെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ ഇതിനും ഞാൻ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു $6 അല്ലെങ്കിൽ ഒരു $10 അടുത്തായിരിക്കും റേറ്റ്. അതായത് നാട്ടിലൊരു 500, 550 ഉള്ളിൽ, 550 തൊട്ട് ഒരു 1000 ഉള്ളിലുള്ള ഒരു റേഞ്ച് ആയിരിക്കും ഇതിന്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കടലപ്പരിപ്പ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും, സ്പൈസസ്, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് പല ബ്രാൻഡിൻ്റെ നമുക്കിവിടെ കിട്ടും. ഇതൊക്കെ നമ്മുടെ വട്ടയപ്പപ്പൊടി, പുട്ടുപൊടി, അങ്ങനത്തെ എല്ലാ പൊടികളും നമുക്ക് ആക്ച്വലി ഇവിടെ കിട്ടും. അതും നമ്മുടെ ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഒരു 3-4 ഓപ്ഷൻസെങ്കിലും ഞാനിവിടെ മലയാളിക്കടയിൽ കണ്ടിട്ടുണ്ട് സത്യത്തിൽ. അങ്ങനെ നമ്മുടെ മലയാളിക്കടയിലത്തെ
ഷോപ്പിംഗ് തീർന്നു. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എഴുതിയിരുന്ന ലിസ്റ്റ് എടുക്കാൻ മറന്നുപോയി. സോ എനിക്കങ്ങനെ ആലോചിച്ച് മേടിക്കാനുള്ളൊരു കഴിവ് എനിക്കില്ല എന്നാണ് എൻ്റെ നിഗമനം. സോ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇതൊക്കെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, എനിക്കറിയില്ല. സോ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ അത് മലയാളിക്കടയല്ല ആക്ച്വലി, അതൊരു ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറാണ്. അതൊരു നോർത്ത് ഇന്ത്യൻ ആണ് കൂടുതലും. സോ നമുക്കിനി അവിടെ പോവാം. അവിടെയാണ് നമുക്ക് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാനുണ്ട്. സോ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇനി നമ്മൾ ഇവിടെ തന്നെയുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റോറിലേക്കാണ് പോകുന്നത്. ഇതും ഒരു ഇന്ത്യക്കടയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ പച്ചക്കറികൾ, അതുപോലെ തന്നെ ഇവിടെ കണ്ടോ മഞ്ഞൾ, അതുപോലെ അരിഞ്ഞ പച്ചക്കറികൾ, തൊലി കളഞ്ഞ വെളുത്തുള്ളി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും. നമ്മുടെ നാട്ടിലുള്ള ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറികളും ഫ്രൂട്ട്സും നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. ഇതൊന്നും നമ്മുടെ നാട്ടിൽ നിന്നുള്ളതല്ല എന്ന് മാത്രം. പക്ഷേ നമുക്ക് ആക്ച്വലി ഇടയ്ക്കൊക്കെ ഇപ്പോൾ ദേ കണ്ടു ചക്കയൊക്കെ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എല്ലാ പച്ചക്കറികളും, ബീൻസ്, നമ്മുടെ കോവയ്ക്ക, വഴുതനങ്ങ, അങ്ങനത്തെ എല്ലാ പടവലങ്ങ, അതുപോലെ തന്നെ ചേന, കായ, അങ്ങനത്തെ എല്ലാ സംഗതികളും നമുക്ക് ഇവിടെ മേടിക്കാനായിട്ട് കിട്ടും. ആൻഡ് ഇത് ഓൾമോസ്റ്റ് നല്ല ഫ്രഷ് സാധനങ്ങളും ആയിരിക്കും കേട്ടോ. ഇവിടെ എനിക്ക് ആകെ ആക്ച്വലി കുറച്ച് ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് ഇവരുടെ ചീരയാണ്. സോ അത് ആക്ച്വലി പാലക്കാന്ന് തോന്നുന്നു ഇവർ കൊണ്ടുവരുന്നത്. സോ നമ്മുടെ ചീര ഞാനിവിടെ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഇതാണ് നമ്മുടെ വെള്ളരിക്ക. ഇത്രയും ചെറിയ വെള്ളരിക്ക നാട്ടിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഞാൻ വന്നതിന് ശേഷം ഇതിലും വലിയൊരു വെള്ളരിക്ക ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും ചെറിയൊരു വെള്ളരിക്കയാണ് നമുക്ക് എപ്പോഴും ഇവിടെ കിട്ടാറുള്ളത്. അതെനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കായ, പയർ, പിന്നെ ഇത് നമുക്കിങ്ങനെ ഒടിച്ചെടുക്കുന്ന പയറാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ മണിപ്പയറും ഉണ്ട്. ഞാനിവിടെ പോയാൽ മറക്കാതെ എടുക്കുന്ന ഒരു കാര്യമാണ് കായ. എനിക്ക് കായ ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. സോ കായ ഉപ്പേരി വെക്കാനും അതുപോലെ തന്നെ കാളൻ വയ്ക്കുമ്പോഴൊക്കെ ഇടാനായിട്ട് ഞാനത് മിസ് ചെയ്യാതെ എടുക്കാറുണ്ട്. ഇവിടെ നമുക്ക് നാളികേരം മുഴുവനായിട്ടും മേടിക്കാൻ കിട്ടും കേട്ടോ. അതും 2 ടൈപ്പൊക്കെ ഉണ്ട്. ഒരു വൈറ്റ് കളറും ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഹോൾ ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന നാളികേരമുണ്ട്. അതുപോലെ ചേന, ചേമ്പ്, നമ്മുടെ കൊള്ളി, അങ്ങനത്തെ പലതരം പച്ചക്കറികളും വെജിറ്റബിൾസും എല്ലാം വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. പിന്നെ നമ്മുടെ യൂഷ്വൽ സ്നാക്സ്, അതുപോലെ തന്നെ കടല, പരിപ്പ്, പയർ, ഇത് കുറച്ചുകൂടി ഒരു എക്സ്പാൻഡഡ് വേർഷനാണ്. നമ്മൾ നേരത്തെ പോയ കടല പോലെ തന്നെ കുറച്ചുകൂടി എക്സ്പാൻഡഡ് വേർഷനാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു മന്തിലേക്കുള്ള ഷോപ്പിംഗ് എല്ലാം തീർന്നു. സോ ഞാൻ ആക്ച്വലി ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ട് അതെല്ലാം കൂടെ വീട്ടിൽ കൊണ്ടുവന്ന് അരിഞ്ഞ് ഞാനത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാറാണ് പതിവ്. അതാകുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് പണിയും കഴിയും, അതുപോലെ തന്നെ നമുക്ക് ടൈം കുറേ സേവ് ചെയ്യാൻ പറ്റും. ആ ഒരു കുക്ക് ചെയ്യണ സമയത്തുള്ളൊരു മെസ്സും അതൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഡ്യൂറബിളായിട്ട് ആ സാധനങ്ങൾ കിട്ടുന്ന പോലെയും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ബീൻസും ക്യാരറ്റും അതൊക്കെ തോരൻ വെക്കുകയാണെങ്കിൽ ഞാൻ അതൊക്കെ ആദ്യമേ അരിഞ്ഞ് കറക്റ്റ് ക്വാണ്ടിറ്റി, ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ട ക്വാണ്ടിറ്റി എടുത്ത് ഒരു സിപ്പ് ലോക്കിലാക്കി ഞങ്ങൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യാറ്. സോ ദാറ്റ് ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ചുമ്മാ അതെടുത്ത് ഒരു ഉപ്പേരി വെച്ചാൽ മാത്രം മതി. അത് മാത്രമല്ല കേട്ടോ, ഞാൻ ആക്ച്വലി ഈ മിൻറ്റ്, കൊറിയാൻഡർ അങ്ങനത്തെ സാധനങ്ങളായാൽ പോലും ഞാൻ ബൾക്കായിട്ട് വാങ്ങിയിട്ട് അത് നമ്മൾ നമുക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ നേരെ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ അതും നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാൻ പറ്റും. ഞാൻ പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം ഞാൻ ഇങ്ങനെയാട്ടോ ഞാനിവിടെ സ്റ്റോർ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗായിരുന്നു. സോ ആ ഒരു വ്ളോഗ് നമ്മളിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഓൾമോസ്റ്റ് കാറൊക്കെ ഫുള്ളായി തുടങ്ങി, നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്. സോ നമുക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് മേടിക്കാനുണ്ടായിരുന്നുള്ളൂ. നമ്മളെല്ലാ വീക്കും എന്നുള്ള പോലെ നമ്മൾ ഷോപ്പ് ചെയ്യുന്നതാണ്. സോ ഇത് നമ്മുടെ മന്തിലെ ഫസ്റ്റ് ഷോപ്പിംഗ് ആയിരുന്നു. സോ അതാണ് നമ്മൾ ഈ മലയാളിക്കടയിലൊക്കെ സാധനങ്ങൾ മേടിക്കുന്നത്. നമ്മൾ മലയാളിക്കടയിൽ നിന്ന് ആക്ച്വലി 2 ആഴ്ചയിലൊക്കെ നമ്മൾ സാധനങ്ങൾ മേടിക്കാറുള്ളൂ. യൂഷ്വൽ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ വാൾമാർട്ടിൽ നിന്ന് തന്നെ മേടിക്കുക. സോ ഈ വാൾമാർട്ടിൽ ഈ മലയാളിക്കടയിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതൊരു വ്ളോഗ് ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്തത്. സോ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് മൈ കുട്ടി ഷോപ്പിംഗ് വീഡിയോ. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു ആവതില്ലാത്തതിനാൽ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.